2005 ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 30 വർഷത്തോളമായി. അതിൽ ഒരു 1.5 വർഷക്കാലത്തെ ഇടവേളയുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വർഷം ഞാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പോലീസ് അധികാരികളുമായിട്ടും മാധ്യമപ്രവർത്തകരുമായിട്ടും ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിൽ ഒരാളായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടും എന്നാൽ എൻ്റെ സുഹൃത്തുക്കളിൽ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ വിഷയങ്ങൾ അതെങ്ങനെ അപഗ്രഥിക്കണമെന്ന് എനിക്ക് പകർന്നു തന്നിട്ടുള്ള ISROയിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ അഗ്രികൾച്ചർ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണമുണ്ടായാൽ എങ്ങനെയായിരിക്കണം അഗ്രികൾച്ചർ സെക്ടറിനെ നിലനിർത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ ഉള്ള ആളുകളും എനിക്ക് കൂട്ടുകാരായിട്ടുണ്ട്. അതിൽ നല്ല പോലീസ് അധികാരികളും എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, വളരെ വലിയ വാർത്തയായിട്ട് എന്റെ പ്രസംഗം വളരെ വിസ്താരപൂർവത്തിൽ എനിക്ക് കേൾക്കാനും കാണാനും ഇടയായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പോലീസിനെ മാത്രം തിരഞ്ഞാൽ മതിയോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്? 1991 മലപ്പുറം ജില്ലയ്ക്കടുത്ത് ഓമൻകല്ല് പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുത്ത പൈപ്പ് ബോംബിനെ കുറിച്ച് അന്ന് ഈ കേസ് അത്യുഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് അധികാരികളുടെ അവസ്ഥ പോലീസ് സേനയിൽ പിന്നീട് എന്താണുണ്ടായത് അന്വേഷിക്കണം മാധ്യമ സുഹൃത്തുക്കൾ. വർഷങ്ങൾക്കു ശേഷം ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. കുറ്റിപ്പുറം മിനി പമ്പയിൽ അയ്യപ്പസ്വാമിമാർ ദർശനം നടത്താൻ വേണ്ടി വരുന്ന 41 ദിവസക്കാലം മിനി പമ്പയിൽ ചെറിയ രീതിയിൽ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യരുള്ള മിനി പമ്പയുടെ പരിസരത്ത് ആ മിനി പമ്പയിൽ നിന്ന് കിട്ടിയ കണ്ടെടുത്ത അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള 2 ജില്ലയെ ചാമ്പലാക്കാൻ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. അന്ന് അവിടെ ചില പോലീസ് അധികാരികൾ ആവശ്യപ്പെട്ടു, ഇത് തീവ്രവാദികളുടെ പരിശ്രമ ഫലമായിട്ടുണ്ടായതാണ്. ആ പോലീസ് അധികാരികളുടെ സ്ഥിതിവിശേഷം പിന്നീട് കേരളത്തിൽ എന്താണ് ഉണ്ടായത്? ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു? പാനായിക്കുളത്തും വാഗമണ്ണിലും ഉൾപ്പെടെ തോമസ് മാഷുടെ കൈവെട്ടിയെടുത്ത പ്രദേശത്തുൾപ്പെടെ നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നുവെങ്കിൽ അവരുടെ എല്ലാം കണക്കെടുത്തിട്ട് പോരെ. ചെവിയില് വെള്ളം കയറിയാൽ, പനിയുള്ള ആൾക്ക് ചെവിയിൽ വെള്ളം കയറിയാൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ പോലീസ് അധികാരിയുടെ കണക്കെടുപ്പ് എന്ന് ഞാൻ കേരളത്തിന്റെ പോലീസ് അധികാരികളുടെ തലപ്പത്തുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട്, ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, നല്ല കാര്യം ചെയ്യുന്ന പോലീസ് അധികാരികൾക്ക്. കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ പിറകിൽ നിന്ന് തലക്കടിച്ച് അദ്ദേഹത്തെ ഒരിക്കലും കട്ടിലിൽ നിന്ന് എണീക്കാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണം എന്ന് ഗൂഢാലോചന നടത്തിയ പോലീസ് അധികാരി ആരാണ്? കണ്ടുപിടിക്കണ്ടേ? ടോൾ സമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പഴയ വീഡിയോ, ഒരു വലിയ മാധ്യമങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളെല്ലാം ചിതറി ഓടി. TCB ചാനലിൽ മാത്രമാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നെ വളഞ്ഞിട്ട് എന്നെയും എന്റെ സഹപ്രവർത്തകരെയും തല്ലാനും സർജറി നടത്തുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനും അന്ന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് അധികാരി ഇന്ന് തൃശൂർ ജില്ലയില് ആ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞോ, എന്നെ അടിച്ചു, എന്റെ തല പൊളിച്ചു, എന്നെ ആശുപത്രിയിൽ 8 ദിവസക്കാലം ഞാൻ കിടന്നു. അതിനുശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ആ പോലീസ് അധികാരി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ പറയാതിരുന്നത്? കാരണം അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. സമരം നടക്കുന്ന സമയത്ത് അടിക്കും, സമരം നടത്തുന്ന സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കും, സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും. അതെങ്ങനെയാണ്? നേർക്ക് നേർ നിന്നുകൊണ്ടാണ്. എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി പണിയെടുക്കുന്നവർക്ക് താമ്രപത്രവും, എന്നാൽ സത്യസന്ധമായി BJP-ക്കാർ ഇവിടെ നിലനിൽക്കണം ആരോഗ്യത്തോടുകൂടി എന്നാഗ്രഹിക്കുന്നവരെ ചുറ്റി വളഞ്ഞ് പരിശോധന നടത്തിയിട്ടൊന്നും ഒരു ഉണ്ടയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുന്നു.